ദിവസം ഒന്നും ഷൂട്ട് ചെയ്തിട്ടില്ല ഞാൻ. 100 ദിവസത്തിന് മുകളിലുണ്ട്. സ്ഥിരം കാഴ്ചകളിൽ നിന്നും ഒരു സിനിമയെ വ്യത്യസ്തമാക്കുന്ന സിനിമയുടെ കാഴ്ചകളല്ല ആക്ച്വലി, ആ സിനിമയുടെ വിഷയവും തിരക്കഥയുമാണ്. ഒരു സിനിമയുടെ കാഴ്ചകൾ എന്താകണമെന്ന് തീരുമാനിക്കപ്പെടുന്നത് പേപ്പറിൽ ആ സിനിമ എന്താണെന്നുള്ളതാണ്. ടിയാൻ ഓൺ പേപ്പർ ഇസ് എ വെരി ന്യൂ കൈൻഡ് ഓഫ് സിനിമ, അറ്റ്ലീസ്റ്റ് മലയാളികൾക്ക്. അതിൽ നമ്മൾ കണ്ടിട്ടുള്ളതും കേട്ടിട്ടുള്ളതുമായ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത്തരം കാര്യങ്ങളിലൂടെയാണ് ഈ കഥ പറയുന്നത്. പക്ഷേ ഈ പറയുന്ന കഥ, ആ കഥ ചർച്ച ചെയ്യുന്ന വിഷയം, അതിൽ പരാമർശിക്കപ്പെടുന്ന കാര്യങ്ങൾ, അതെല്ലാം ഒരു സിനിമ മാധ്യമത്തിന് പുതിയതായിരിക്കും. അതിനെപ്പറ്റിയൊക്കെ ഒരു സിനിമ ഒരുപക്ഷെ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടാവില്ല എനിക്ക് തോന്നുന്നു. പിന്നെ പലപ്പോഴും ഞാൻ ഇതിനു മുമ്പും അഭിപ്രായപ്പെട്ടിട്ടുള്ള പോലെ ടിയാന്റെ കഥ എന്താണെന്ന് ചോദിച്ചാൽ പറയാൻ സാധിക്കുന്ന ഒരു സദസ്സിലാണെങ്കിൽ പോലും ഒരു 10 മിനിറ്റ് കൊണ്ട് എനിക്ക് തന്നെ കഥ പറയാൻ പറ്റില്ല. അതിൻ്റെ ഒരു ഇങ്ങനെ ഒരു കഥയായിട്ട് എൻകാപ്സുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയല്ല. അത് എന്തുകൊണ്ടാണെന്ന് സിനിമ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷെ ഈ പറയുന്ന പോലെ ഒരുപാട് ടൈം സ്പാനുകളിലൂടെ കടന്നു പോകുന്ന, ഒരുപാട് ഫിലോസഫിക്കൽ ആൻഡ് സ്പിരിച്വൽ അണ്ടർടോൺസ് ഉള്ള, എന്നാൽ ഒരു മാസ് കമേഴ്ഷ്യൽ എന്റർടൈനർ ആണ് ടിയാൻ എന്ന സിനിമ. സോ ഇറ്റ്സ് അറ്റ്ലീസ്റ്റ് എനിക്ക് ഇറ്റ്സ് എ വെരി ന്യൂ കൈൻഡ് ഓഫ് ഒരു എക്സ്പീരിയൻസ് ടു ബി പാർട്ട് ഓഫ് സംതിങ് ലൈക്ക് ദിസ്. സീ ദ കോൺസെപ്റ്റ് ഓഫ് റിയലിസം വിത്തിൻ ഇന്ത്യ, ഭാരതത്തിൽ എന്താണ് യാഥാർത്ഥ്യം എന്നുള്ള ചോദ്യത്തിന് ആക്ച്വലി ഒരുപാട്, വൺസ് വി സ്റ്റാർട്ട് അനലൈസിങ് ഇറ്റ്, ഒരുപാട് കാര്യങ്ങൾ അതിനെപ്പറ്റി നമുക്ക് സംസാരിക്കാം. പക്ഷേ ഇന്ത്യയുടെ ഫാബ്രിക്കിന്റെ യാഥാർത്ഥ്യം, അതൊരു റിലിജിയനും പോളിറ്റിക്സും കാസ്റ്റും ജിയോഗ്രഫിയും ടോപ്പോഗ്രഫിയും ഡിവൈഡ്സും കോൺഫ്ലിക്ട്സും റെസൊല്യൂഷൻസും എല്ലാം ചേർന്ന് കിടക്കുന്ന ഒരു ഫാബ്രിക്കാണ് ഇന്ത്യയുടെ. വി ആർ എ വെരി സ്പെഷ്യൽ കൺട്രി ഇൻ ദാറ്റ് സെൻസ്. കാരണം നമ്മുടെ ഈ ഡൈവേഴ്സിറ്റിക്കൊക്കെ അടിയിൽ, എസ്പെഷ്യലി ഇന്ന് ഈ ഒരു കാലഘട്ടത്തിൽ, when everything is being challenged, when democracy, when freedom of expression, freedom of speech, when freedom of existence അത് തന്നെ is being challenged, ഇതിനൊക്കെ അടിയിൽ ഇന്ത്യ എന്ന് പറയുന്ന ഈ രാജ്യത്തിനെ കൂട്ടി ഇണക്കി നിർത്തുന്ന ഒരു ഫാബ്രിക് ഉണ്ട്. അത് ഇതിൻ്റെയൊക്കെ അണ്ടർടോണിൽ കിടക്കുന്ന ഈ വൈവിധ്യങ്ങളെ പരസ്പരം കോർക്കുന്ന ഒരു ഫാബ്രിക് ഉണ്ട് ഇന്ത്യക്ക്. ദാറ്റ് ഈസ് ദ റിയാലിറ്റി ഇൻ ഇന്ത്യ. അതാണ് ഇന്ത്യൻ റിയലിസം എന്ന് പറയുന്നത്. അതിനെപ്പറ്റി ചർച്ച ചെയ്യുന്നുണ്ട് ഈ സിനിമയിൽ. അതാണ് ഈ സിനിമയുടെ ഫാബ്രിക്, അതാണ്. സോ ഞാനീ പറയുമ്പോൾ ഇത് ഭയങ്കര കോംപ്ലെക്സ് ആയിട്ട് തോന്നും, ഭയങ്കര എന്തോ വളരെ കോംപ്ലിക്കേറ്റഡ് ഒരു കാര്യം സംസാരിക്കുന്നത് തോന്നും. പക്ഷെ വൺസ് യു സീ ദ ഫിലിം യു വിൽ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇറ്റ്സ് സത്യത്തിലൊരു വളരെ സിമ്പിൾ ഒരു കോൺസെപ്റ്റാണ്. ആൻഡ് ഇറ്റ്സ് ദെയർ അറൗണ്ട് അസ്. നമുക്ക് ചുറ്റുമുണ്ട് ഈ റിയലിസം ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. ആൻഡ് ടിയാൻ ടച്ചസ് അപ്പോൺ ദാറ്റ്. സ്വാഭാവികമായിട്ടും കഥയിലെ 3 പ്രധാന പ്രൊട്ടാഗണിസ്റ്റുകൾ എന്ന് പറയുന്നത് അസ്ലൻ മുഹമ്മദ്, പട്ടാഭിരാമഗിരി, രമകാന്ത് മഹാശയ് എന്ന് പറയുന്ന 3 കഥാപാത്രങ്ങളാണ്. ഞാനും ചേട്ടനും മുരളി ഗോപിയും ചെയ്യുന്ന കഥാപാത്രങ്ങൾ. കഥ പറഞ്ഞു പോകുന്നത് ഇവരിലൂടെയാണ്. പക്ഷെ ഈ പറയുന്ന കഥ ഇവരുടേത് മാത്രമല്ല. ഈ പറയുന്ന കഥ ഒരു ദേശത്തിൻ്റെതാണ്, ഒരു സമയത്തിൻ്റെതാണ്, ഒരു സംസ്കാരത്തിൻ്റെതാണ്. ആ കഥ പറയാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ് ഈ 3 കഥാപാത്രങ്ങൾ. അഫ്കോഴ്സ് ഇവരുടെ പേഴ്സണൽ കോൺഫ്ലിക്റ്റുകളും ഇവരുടെ വ്യക്തിപരമായ പ്രശ്നങ്ങളും ഒക്കെ ആണ് ഈ കഥയുടെ ക്രക്സ്. ബട്ട് ലൈക്ക് ഐ സെഡ്, അതൊക്കെ ഉപയോഗിച്ച് പറയുന്ന കഥ ഇവരുടേത് മാത്രമല്ല. സോ ഇൻ എ വെരി ജനറിക് സെൻസ് ദാറ്റ്സ് ഹൗ ടിയാൻ ഇസ് സ്ട്രക്ചർഡ്. പാർട്ട്ലി അതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് സിനിമയെ എങ്ങനെ കാണുന്നു എന്നുള്ളതിൽ ഒരു വ്യത്യാസം വന്നിട്ടുണ്ട്. അതായത് when you go to a movie theater, ഒരു ടബ് ഓഫ് പോപ്കോണും വാങ്ങിച്ച് കുറച്ച് നേരം ചിരിക്കുക, അതാണ് എനിക്ക് വേണ്ട എക്സ്പീരിയൻസ് ഒരു സിനിമയിൽ നിന്ന് എന്നൊരു ചിന്ത മാറിയിട്ടുണ്ട്. പീപ്പിൾ നൗ ആക്ച്വലി എൻജോയ് ഒരു എൻഗ്രോസിങ് ഇൻവോൾവിംഗ് വാച്ച് എൻജോയ് ചെയ്യുന്നുണ്ട് ഇന്ന് തിയേറ്ററുകളിൽ. പാർട്ട്ലി അതാണ്. പിന്നെ അഫ്കോഴ്സ് സിറ്റി ഓഫ് ഗോഡ് ഇറങ്ങിയ സമയത്ത് ഇറ്റ് വാസ് എ വെരി വെരി ന്യൂ കൈൻഡ് ഓഫ് സിനിമ. എൻ്റെ ഇഫ് ഐ റിമെമ്പർ കറക്റ്റ്ലി, ഈ മലയാളം സിനിമയുടെ ഒരു ന്യൂ വേവിനെ ഹെറാൾഡ് ചെയ്തു എന്ന് നമ്മൾ പറയുന്ന ട്രാഫിക് എന്ന് പറഞ്ഞ സിനിമയ്ക്കൊക്കെ എത്രയോ മുൻപാണ് സിറ്റി ഓഫ് ഗോഡ് റിലീസാവുന്നത്. അതിൻ്റെ ഒരു നറേറ്റീവ് സ്ട്രക്ചറും അത് ഷൂട്ട് ചെയ്തിരിക്കുന്ന രീതിയും എല്ലാം വന്ന വാസ് വെരി വെരി ന്യൂ. പിന്നെ നമ്മളൊരു ക്ലീഷ ആണെങ്കിൽ പോലും ഇറ്റ് വാസ് വെരി അഹെഡ് ഓഫ് ഇറ്റ്സ് ടൈം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം അങ്ങനെ വളരെ അഹെഡ് ഓഫ് ഇറ്റ്സ് ടൈം ആയിട്ടൊരു സിനിമ വരുമ്പോൾ അത്തരത്തിലൊരു മാർക്കറ്റിംഗ് ക്യാമ്പയിൻ ഒക്കെ അതിന് ആവശ്യമാണ്. ആൾക്കാരെ റിലീസിന് മുമ്പ് തന്നെ യു എഡ്യൂക്കേറ്റ് ദി ഓഡിയൻസ് ദാറ്റ് ലിസൺ, യു ആർ ഗോയിങ് ടു സീ സംതിങ് ദാറ്റ് യു ഹാവ് നോട്ട് സീൻ ബിഫോർ എന്നൊക്കെ പറഞ്ഞൊരു അത്തരമൊരു എഡ്യൂക്കേഷൻ അന്ന് അതിന് ആവശ്യമായിരുന്നു. അന്ന് അതിന് പല കാരണങ്ങൾ കൊണ്ടും അതൊന്നും ചെയ്യാൻ സാധിച്ചില്ല. ആ സിനിമ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. റിലീസായെന്ന് തന്നെ പലരും അറിഞ്ഞിട്ടില്ലായിരുന്നു. അങ്ങനെയൊക്കെയായിരുന്നു എൻ്റെ റിലീസിനെ ചുറ്റിപ്പറ്റി കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു.
അന്ന് ആ സിനിമ ഓടിയില്ല. പക്ഷെ ഹാവിങ് സെഡ് ദാറ്റ് ഈ നല്ല സിനിമയായിരുന്നല്ലോ, പിന്നെ എന്തുകൊണ്ട് തിയേറ്ററിൽ ഓടിയില്ല എന്ന് അഭിപ്രായപ്പെട്ട സിനിമകൾ എൻ്റെ കരിയറിൽ തന്നെ അല്ലാതെയും ഉണ്ട്. വേറെ സിനിമകളുണ്ട്. ഇപ്പോൾ വാസ്തവം, വർഗം, ഇതൊന്നും വലിയ ഹിറ്റായ സിനിമകളൊന്നും ആയിരുന്നില്ല. തലപ്പാവ് ഒന്നും വലിയ ഹിറ്റായ സിനിമകളൊന്നും ആയിരുന്നില്ല. സോ അത് സിനിമയിലൊരു ഇറ്റ്സ് പാർട്ട് ആൻഡ് പാർസൽ ഓഫ് ഇറ്റ്. അത് നമ്മളൊരു നല്ല പ്രോഡക്റ്റ് ഉണ്ടാക്കിയെന്ന് നമ്മൾ ഫുള്ളി കൺവിൻസ്ഡ് ആണെങ്കിൽ അതിൻ്റെ വിധി നിർണ്ണയത്തിൽ നിന്ന് നമ്മൾ ഡിറ്റാച്ച്ഡ് ആവുന്നുള്ളതാണ് ചെയ്യുന്നത്. സോ ടുഡേ ഞാൻ ചെയ്യുന്നൊരു സിനിമ ഹിറ്റായാൽ, ഒരു സൂപ്പർ ഹിറ്റ് ആയാലും അതൊരു അട്ടർ ഫ്ലോപ്പ് ആയാലും ഐ മൂവ് ഓൺ. എനിക്ക് അതിനെപ്പറ്റി വലിയ ചിന്തയൊന്നുമില്ല, ആസ് ലോങ് ആസ് ഐ ഹാവ് ഡൺ ഇറ്റ് വിത്ത് കൺവിക്ഷൻ. സോ ഐ മീൻ ഐ എം വെരി ഗ്ലാഡ് അറ്റ് ലിജോനെ പോലൊരു ഫിൽം മേക്കറിന് അങ്കമാലി ഡയറീസ് പോലൊരു പ്രോഡക്റ്റ് കൊണ്ട് സക്സസ് കണ്ടെത്താൻ സാധിച്ചു എന്നുള്ളത് ഐ എം റിയലി ഗ്ലാഡ്. കാരണം ഒന്ന്, അയാളൊരു മാവറിക് ടാലൻ്റാണ്. ഈ മലയാള സിനിമയ്ക്ക് അയാളെ ആവശ്യമാണ്. രണ്ട്, അത്തരത്തിലുള്ള സിനിമകൾ ഉണ്ടാകണം, ഓഫ് ദ ബീറ്റൺ പാത്ത്. ഒരു സിനിമയുടെ സ്ക്രിപ്റ്റിങ്ങിൻ്റെ സ്ട്രക്ചറും കൺസെപ്ഷൻ്റെ രീതിയും എല്ലാം പൊളിച്ചെടുക്കുന്ന സിനിമകൾ ഇടയ്ക്കിടെ ഉണ്ടാകണം ഒരു ഇൻഡസ്ട്രിയിൽ. അത് വളരെ ആവശ്യമാണ്. സോ ഇൻ ദാറ്റ് സെൻസ് ഐ എം വെരി ഹാപ്പി ഫോർ ദി സക്സസ് ഓഫ് അങ്കമാലി ഡയറീസ്. നീരജ് പാണ്ഡെ, ബേബിയുടെ റൈറ്റർ ഡയറക്ടറും നാം ഷബാനയുടെ റൈറ്റർ പ്രൊഡ്യൂസറും. നീരജ് പാണ്ഡെ ഒരു സുഹൃത്താണ്. അദ്ദേഹം ആക്ച്വലി എൻ്റെ കുറച്ച് സിനിമകൾ കണ്ടിട്ടുണ്ട് ആൻഡ് ഹി റിയലി ലൈക്സ് മൈ വർക്ക്. ഇടയ്ക്ക് റോഷൻ മുംബൈ പോലീസ് ഹിന്ദിയിൽ അതിൻ്റെ ഒരു റീമേക്ക് സാധ്യതകളെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്ന സമയത്ത് നീരജായിരുന്നു ആ സിനിമ എഴുതണം എന്ന് റോഷൻ ആഗ്രഹിച്ചിരുന്നത്. അപ്പം അങ്ങനെ മുംബൈ പോലീസ് കാണുകയും തുടർന്ന് എൻ്റെ കുറച്ച് വേറെ സിനിമകൾ കാണുകയൊക്കെ ചെയ്ത് ഹീ നോസ് മൈ വർക്ക്. അപ്പം അങ്ങനെ ഈ നാം ഷബാന എന്ന് പറഞ്ഞ സിനിമ ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഹി കോൾ മീ വൺസ് ആൻഡ് സെഡ് എനിക്ക് മീറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഹി മെറ്റ് മീ. എന്നത് പറഞ്ഞൊരു ചെറിയൊരു ക്യാമിയോ ആണ്, പക്ഷെ അത് ചെയ്യാൻ പറ്റുമോ, ക്യാൻ യു ഡു ഇറ്റ് ബിക്കോസ് വി വാണ്ട് സംബഡി ഹു വിൽ മേക്ക് ഇറ്റ് ലുക്ക് കൺവിൻസിങ് എന്നൊക്കെ പറഞ്ഞു. ആൻഡ് എനിക്ക് അതിൻ്റെ ഒരു ഡിസൈൻ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇറ്റ്സ് ആക്ച്വലി എ വെരി, എന്താ പറയുക, ഒരു ബോളിവുഡ് കമേഴ്ഷ്യൽ പോട്ട് ബോയിലറാണ്. സോ ഇഫ് യു ആക്ച്വലി ഇമാജിൻ അക്ഷയ് കുമാർ ഇൻ പ്ലേസ് ഓഫ് താപ്സി, ഇറ്റ് ബിക്കംസ് എ മെയിൻ സ്ട്രീം കമേഴ്ഷ്യൽ പോട്ട് ബോയിലർ. അപ്പോൾ അങ്ങനെ ഒരു സിനിമ ഡിസൈൻ ചെയ്തിട്ട് ഫ്ലിപ്പ് ഇറ്റ് അറൗണ്ട് ആൻഡ് മേക്ക് ദ പ്രൊട്ടാഗണിസ്റ്റ് എ ഗേൾ ആൻഡ് ദെൻ ഡോണ്ട് ചേഞ്ച് എനിത്തിങ് അബൌട്ട് ഇറ്റ്. അത് നാം ഷബാനയിൽ വാട്ട് ഇസ് റിയലി ഇൻട്രസ്റ്റിംഗ് ഇസ് കഥയുടെ ഒന്നും തന്നെ അവളൊരു പെണ്ണായതുകൊണ്ട് എന്നുള്ളതിലില്ല. ഈ ജെൻഡറിൽ ഊന്നിയുള്ള കഥാ ട്വിസ്റ്റുകളൊന്നുമില്ല. ഇറ്റ്സ് ജസ്റ്റ് ദാറ്റ് ദ ക്യാരക്ടർ ഹാപ്പൻസ് ടു ബി എ ഗേൾ. എനിക്ക് അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ആക്ച്വലി ഐ വുഡ് ലവ് ഫോർ സംതിങ് ലൈക്ക് ദാറ്റ് ടു ഹാപ്പൻ ഇൻ മലയാളം. മലയാളത്തിൽ അങ്ങനത്തെ സിനിമ ഉണ്ടായാൽ വളരെ നന്നായിരുന്നു. ഉണ്ടായാൽ തീർച്ചയായിട്ടും അതുപോലൊരു ചെറിയ വേഷം ചെയ്യാൻ എന്നെ വിളിച്ചാൽ ഞാൻ ചെയ്യും. സോ അതുകൊണ്ടാണ് ഞാൻ ചെയ്തത്. എനിക്ക് ഈ ഡയറക്റ്റ് ചെയ്യുന്ന സമയത്ത് ഐ ഡോണ്ട് നോ, ഈ ഫസ്റ്റ്ലി നമ്മുടെ ഫസ്റ്റ് ടൈം ഐ എം ഡൂയിങ് എ ഫിലിം. ഇതിനു മുമ്പ് മറ്റ് സംവിധായകർക്ക് സഹായിച്ചിട്ടുണ്ടെന്നുള്ളതല്ലാതെ ആദ്യമായിട്ടാണ് ഞാൻ എൻ്റെ സ്വന്തമായിട്ടൊരു സിനിമ ചെയ്യുന്നത്. സോ അങ്ങനെ ഒരു സിനിമ ചെയ്യുമ്പോൾ ദർ ഇസ് എ ലോട്ട് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് വർക്ക് ഇൻവോൾവ് ഇൻ ഡിസൈനിങ് എ പ്രോജക്റ്റ്. സിനിമ ഒരു ഡയറക്ടോറിയൽ സ്കില്ല് മാത്രമല്ല, ഇറ്റ്സ് അപ് ടു മീ ടു ഗെറ്റ് എവറിത്തിങ് ഓർഗനൈസ്ഡ്, അതിൻ്റെ ടീം സെറ്റപ്പ് ചെയ്യുക, അസംബ്ലി ചെയ്യുക, അതിൻ്റെ ലോജിസ്റ്റിക്സ് കാര്യങ്ങൾ, അതെല്ലാം ഡയറക്ടറിന്റെ ചുമതല കൂടിയാണ്. അപ്പൊ അതിന്റെ ഇടയിൽ ഇനി അഭിനയിക്കാനും കൂടി പറ്റുമെന്ന് എനിക്കറിയില്ല. സെക്കൻഡ്ലി, ഐ മൈറ്റ് ബി ഇൻ ബിറ്റ്വീൻ 2 schedules ഓഫ് ആടുജീവിതം. അപ്പൊ എന്റെ അപ്പിയറൻസ് ഒക്കെ എങ്ങനെ ആയിരിക്കും എന്നുള്ളത് ഐ ഡോണ്ട് നോ. സോ ലെറ്റ്സ് സീ. അത് അങ്ങനെ വരുന്ന പോലെ ഞാൻ സിനിമയെ സമീപിക്കുന്ന രീതി വെച്ച് ആടുജീവിതം ഇസ് അനദർ ഫിലിം ഐ എം ഡൂയിങ്. ഓക്കെ, അത് ആടുജീവിതമായതുകൊണ്ടും അത് ഇത്ര വലിയ സിനിമ ആയതുകൊണ്ടും അതിൽ കുറച്ച് എക്സ്ട്രാ നന്നായിട്ട് അഭിനയിക്കാം എന്ന് ഞാൻ ചിന്തിക്കില്ല. ഇപ്പൊ ആഡം ജോൻ എന്ന സിനിമയെ ഞാൻ എങ്ങനെ സമീപിക്കുന്നു, ടിയാനെ ഞാൻ എങ്ങനെ സമീപിച്ചു, അതുപോലെ തന്നെ ആയിരിക്കും ഞാൻ ആടുജീവിതത്തിനെയും സമീപിക്കുക. പിന്നെ ഓരോ സിനിമയിലെയും കഥാപാത്രങ്ങൾ ഒരു ആക്ടറിന്റെ മുന്നിലേക്ക് വെക്കുന്ന പല റെക്വിസിറ്റ്സ് ആണ്. ഇതാണ് ഞാൻ ചെയ്യേണ്ടത്, ഇതൊക്കെയാണ് വേണ്ടത്, ഐ നീഡ് ദിസ് കൈൻഡ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ആസ് എൻ ആക്ടർ ഫ്രം യുവർ സൈഡ് എന്നുള്ളൊരു കഥാപാത്രം മുന്നോട്ട് വെക്കുന്ന ആവശ്യങ്ങൾ കാണും. അത്തരം വളരെ ബുദ്ധിമുട്ടുള്ള ഒരുപാട് ആവശ്യങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഒരു സിനിമയും കഥാപാത്രവുമാണ് ആടുജീവിതവും അതിലെ നജീബും. അത് ചെയ്യാൻ തയ്യാറായതുകൊണ്ടാണല്ലോ ഞാൻ ആ സിനിമ കമ്മിറ്റ് ചെയ്യുന്നത് ഇൻ 2008. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ പോക്കിരി രാജയുടെ സെറ്റിൽ വന്നിട്ടാണ് ബ്ലസ്സിയേട്ടൻ ഈ പ്രോജക്റ്റ് പറയുന്നത്. എൻ്റെ ഒബ്വിയസ്ലി അന്ന് വി തോട്ട് ഇറ്റ് വിൽ ബി ലൈക്ക് ഒരു 15 crore ഫിലിം. അത് കഴിഞ്ഞ് സിനിമ വളർന്നു, സിനിമ കൺസീവ് ചെയ്യുന്ന രീതി മാറി. സോ ടുഡേ ഞാൻ എൻ്റെ ഇത്ര കോടി രൂപയുടെ സിനിമ എന്നത് അറിയപ്പെടാൻ പാടില്ല. സോ അതുകൊണ്ട് ഞാൻ അങ്ങനെ ബഡ്ജറ്റ് ഒന്നും പറയില്ല. പക്ഷേ ഇറ്റ്സ് എ ഹ്യൂമംഗസ് ഫിലിം. ഇറ്റ്സ് എ വെരി വെരി എക്സ്പെൻസീവ്, വെരി വെരി ബിഗ് ഫിലിം.
സോ ഒരു രീതിയിൽ സന്തോഷമുണ്ട്. അത് അന്ന് നടന്നില്ല, ഇന്നാണ് നടക്കുന്നത് എന്നുള്ളതിൽ സന്തോഷമുണ്ട്. സോ ബിക്കോസ് ടുഡേ വി ക്യാൻ ആക്ച്വലി വി ഹാവ് എൻ ഓണസ്റ്റ് ഷോട്ട് അറ്റ് ട്രൈങ് ടു അറ്റംപ്റ്റ് എ വേൾഡ് ക്ലാസ് ഫിലിം. നമുക്ക് ഇവിടുന്ന് കൊണ്ടുപോയി ലോകം മുഴുവൻ കാണിക്കാൻ പറ്റുന്ന ഒരു സിനിമയായി സൃഷ്ടിക്കാൻ പറ്റുന്ന ഒരു അവസരമുണ്ട്. ലെറ്റ്സ് സീ, അത് ദൈവാനുഗ്രഹം കൊണ്ട് അങ്ങനെ വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. കുടുംബസമേതം പോയി കാണേണ്ട സിനിമയാണ്. ലൈക്ക് ഐ സെഡ്, there are multiple layers to the film. നമ്മൾ ഈ ടിയാൻ എന്നുള്ള സിനിമ ആദ്യം കാണുമ്പോൾ പ്രോബബ്ലി വാട്ട് വിൽ സ്ട്രൈക്ക് യു ഫസ്റ്റ് ഇസ് എ മാസ് എന്റർടൈനിങ്, ഒരു ആക്ഷനും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ഒരു നായകനും വില്ലനും പ്രതികാരവും ഒക്കെ ഉള്ള ഒരു മാസ് കമേഴ്ഷ്യൽ സിനിമയായിരിക്കും ആദ്യം നമ്മളെ സ്ട്രൈക്ക് ചെയ്യുക. പക്ഷെ ദെൻ മേ ബി ഇഫ് യു സീ ദ സെക്കൻഡ് ടൈം, അല്ലെങ്കിൽ കണ്ടതിന് ശേഷം ആ സിനിമയെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങുമ്പോൾ, ആ സിനിമയിൽ കേട്ട കാര്യങ്ങൾ, ആ സിനിമയിൽ കണ്ട കാര്യങ്ങൾ, ഇതിനെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങുമ്പോൾ സ്ലോലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള ഇതിൻ്റെ ഉള്ളിലെ സ്പിരിച്വൽ ഫിലോസഫിക്കൽ ലെയേഴ്സ് എല്ലാം മനസ്സിലായി തുടങ്ങുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. കുട്ടികളെ കാണിക്കണം സിനിമ. യു ഷുഡ് ആക്ച്വലി ഷോ യുവർ കിഡ്സ് ദ ഫിലിം. എന്നിട്ട് അതിൽ നിന്ന് അവർക്കുണ്ടാകുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കണം. ഐ വുഡ് ലൈക്ക് ദാറ്റ്. എനിക്ക് കുട്ടികളിത് കണ്ടിട്ട് എന്താ എന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനെയാണെന്ന് അങ്ങനത്തെ ഒരു സ്വഭാവമുള്ള സിനിമയാണ്. സോ തീർച്ചയായിട്ടും കുടുംബസമേതം തന്നെ സിനിമ തിയേറ്ററിൽ പോയി കാണണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു അറ്റ്ലീസ്റ്റ് ഒരു റിവാർഡിങ് വ്യൂയിങ് എക്സ്പീരിയൻസ് എങ്കിലും തരുന്ന സിനിമയായിരിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് നല്ല ഉറപ്പുണ്ട്. നോട്ട് നെസസറിലി നറേറ്റീവ് പല ടൈം സ്പാനുകളിലൂടെ ക്രോസ് ചെയ്ത് പോകുന്ന നറേറ്റീവാണ്. ഇൻ ദ സെൻസ്, നിങ്ങൾ ട്രെയിലറിലും ടീസറിലും കാണാത്ത ടൈം സ്പാൻസ് പോലും സിനിമയിലുണ്ട്. പിന്നെ ഇതൊരു, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു ചെറിയ കഥ പറയുന്ന സിനിമയല്ല, ഒരു കാലത്തിന്റെ കഥ പറയുന്ന, ഒരു ദേശത്തിന്റെ, ഒരു നാടിന്റെ കഥ പറയുന്ന സിനിമയാണ്. സോ ഞാൻ നേരത്തെ പറഞ്ഞാൽ എനിക്ക് ഐ റിയലി ഡോണ്ട് ഹാവ് ഇതുപോലത്തെ സിനിമ എന്നൊന്നും പറയാൻ എൻ്റെ മനസ്സിലൊരു റെഫറൻസ് ഇല്ല. സോ ഇറ്റ്സ് ഐ ബിലീവ് ഇറ്റ്സ് എ ന്യൂ കൈൻഡ് ഓഫ് സിനിമ. അത് കണ്ട് ആസ്വദിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. എനിക്ക് ആക്ച്വലി കുറേ, ഞാൻ എൻ്റെ എന്താ പറയുക, ഒരു സിനിമയിൽ വന്ന അതിൻ്റെ ഒരു ഇനിഷ്യൽ ഇൻഫാറ്റുവേഷൻ കഴിഞ്ഞ് വൺസ് ഐ ഗോട്ട് എ ഗ്രിപ്പ് വിത്ത് മൈ കരിയർ, അന്ന് മുതൽ എനിക്കൊരു സ്റ്റാർ സാധനം ഐ എം നോ ലോങ്ങർ ഇൻട്രസ്റ്റഡ് ഇൻ ഇറ്റ്. എനിക്കങ്ങനെ ഏറ്റവും വലിയ സ്റ്റാർ ആവണമെന്നൊന്നും ഒരു തരത്തിലുള്ള ആഗ്രഹം ആളല്ല. എൻ്റെ എന്താ പറയുക, എൻ്റെ അടുത്ത സിനിമ അടുത്ത ഏറ്റവും വലിയ ഹിറ്റ് ആവണം, അതും എൻ്റെ പ്രയോറിറ്റി അല്ല. എന്നെ വെച്ച് സിനിമ എടുക്കാൻ വരുന്ന നിർമ്മാതാക്കളോട് അവർ, ഇഫ് യു ഹാപ്പൻ ടു മീറ്റ് എൻ്റെ പ്രൊഡ്യൂസേഴ്സിനെ കണ്ടാൽ അവർ പറയും ഞാൻ ശരിയായി അത് പറഞ്ഞു എന്ന് പറയും. ഞാൻ ആദ്യം പറയാറുള്ളത്, എന്നെ വെച്ച് സിനിമ എടുക്കുന്നതിൽ ഒരു റിസ്ക് ഉണ്ട്. എൻ്റെ സിനിമകൾ ഓടുമോന്നോ ഓടില്ലെന്നോ ഒരു ഉറപ്പുമില്ല. ബിക്കോസ് ദാറ്റ്സ് മൈ ടേസ്റ്റ്. എനിക്ക് അത് കൊള്ളാൻ, അത് സിനിമ ചെയ്യണമല്ലോ എന്ന് തോന്നുന്ന വിഷയങ്ങളാണ് ഞാൻ സിനിമ ചെയ്യുന്നത്. ആൻഡ് മോർ ഓഫൻ ദാൻ നോട്ട് എൻ്റെ സിനിമകൾ എക്സ്പെൻസീവ് ആവും. ബിക്കോസ് എൻ്റെ സിനിമകൾ, എനിക്കിഷ്ടപ്പെടുന്ന സിനിമകൾ യൂഷ്വലി ഒരു പ്രത്യേക തരത്തിൽ എടുത്തു വരേണ്ട സിനിമകളായിരിക്കും. അതിന് അതിൻ്റെതായ ചിലവുണ്ടാവും. സോ എൻ്റെ പ്രയോറിറ്റി ഈസ്, എനിക്കിഷ്ടപ്പെട്ട സിനിമകൾ അത് എടുക്കേണ്ട രീതിയിൽ എടുക്കാൻ സാധിക്കണം, അതിൻ്റെ ഒരു ഭാഗമായി നിൽക്കണം. അത് മാത്രമേ ഉള്ളൂ. ആൻഡ് ആസ് ലോങ് ആസ് ഐ എം ഏബിൾ ടു ഡു ദാറ്റ്, ഐ എം ഹാപ്പി. അതുകൊണ്ട് ടിയാനിൽ ഐ എം നോട്ട് ഈവൻ bothered about what it does for me as a star. As an actor, I'm happy. As a filmmaker, I'm happy. As somebody who lives in cinema, I'm happy. ആ സിനിമ ഇന്നുണ്ടാകാൻ കാരണങ്ങളിൽ ഒന്ന് ഞാനാണ് എന്നുള്ളതിൽ ഞാൻ വളരെ ഹാപ്പിയാണ്. ആൻഡ് ദാറ്റ്സ് ഓൾ ദാറ്റ് ഐ എം ആസ്കിങ് ഫോർ. എനിക്ക് ഐ ഡോണ്ട് കമ്പീറ്റ് വിത്ത് എനിവൺ എൽസ്. എനിക്ക് എൻ്റെ അടുത്ത വർഷം ആകുമ്പോൾ എൻ്റെ ശമ്പളം ഇത്ര കോടി രൂപയാവണം, അങ്ങനെയൊന്നും എനിക്ക് യാതൊരു ആഗ്രഹങ്ങളുമില്ല. ഇപ്പോൾ എനിക്ക് ചെയ്യാൻ സാധിക്കുന്നത് എൻ്റെ കരിയറിന് എൻഡ് വരെ എനിക്ക് ചെയ്യാൻ സാധിച്ചത്. ദാറ്റ്സ് ഓൾ ദാറ്റ് ഐ ആസ്ക് ഫോർ.